ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ കറിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറി, നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ്. വെണ്ടയ്ക്ക മപ്പാസ് എന്ന് പറയുമ്പോൾ പലർക്കും വെണ്ടയ്ക്കയോട് അത്ര താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കുന്നത്. എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ കറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 സവോള എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു 8-10 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. 10 വെണ്ടയ്ക്ക ആണെങ്കിൽ 2 സവോള എടുക്കാം. ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളി, ഒരുപാട് വലിയ തക്കാളി ആണെങ്കിൽ അതിൻ്റെ പകുതി എടുക്കുക, ചെറിയ തക്കാളി ആണെങ്കിൽ 2 എടുക്കുക. പിന്നെ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാൽ, തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും വേണം. അതുപോലെ തന്നെ കറിവേപ്പിലയും പിന്നെ നമ്മുടെ പൊടികളൊക്കെയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഈ വെണ്ടയ്ക്കയും സവോളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ, അതിനുശേഷം നമുക്ക് നമ്മുടെ കറി റെഡിയാക്കി തുടങ്ങാം. ഇപ്പോൾ നമ്മുടെ സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. സവോള ഇതുപോലെ ചെറുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തു, പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തു, വെണ്ടയ്ക്കയും ഇതുപോലെ കട്ട് ചെയ്തു, തക്കാളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് കറി റെഡിയാക്കി തുടങ്ങാം. ഇപ്പോൾ നമ്മുടെ കറി റെഡിയാക്കാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാനിലും ചെയ്യാം, ചീനച്ചട്ടിയിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഒരു കറി ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും എന്ന് മാത്രം. നമ്മുടെ സവോള വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ, ഒരുപാട് ചൂടാവണ്ട, ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ഫ്ലേവർ നമ്മുടെ എണ്ണയിലേക്ക് പിടിച്ചു വരാനാണ് നമ്മൾ ഇതുപോലെ ആദ്യം വെളുത്തുള്ളി ചേർക്കുന്നത്. ഇനി വെളുത്തുള്ളി ഒന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആയി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഒന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു പീസ് പട്ട, അതുപോലെ തന്നെ 4 ഗ്രാമ്പു, 2 ഏലക്ക, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം, ഇത്രയും ചേർത്തിട്ട് ഇനി ഇതൊന്ന് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ പെരിഞ്ജീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും പട്ടയുടെയും ഗ്രാമ്പൂൻ്റെയും എല്ലാത്തിൻ്റെയും ഫ്ലേവർ നമ്മുടെ കറിയിൽ കിട്ടാനാണ് നമ്മൾ ഇതുപോലെ ആദ്യമേ ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ഇതെല്ലാം ചതച്ച് ചേർക്കാം കേട്ടോ ലാസ്റ്റ്, പക്ഷെ ഇങ്ങനെ ചേർക്കുമ്പോൾ കൂടുതൽ ഫ്ലേവർ കിട്ടും. അപ്പോൾ നന്നായിട്ട് ആ വെളുത്തുള്ളിയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ തന്നെ സവോളയും ചേർക്കാം. ഈ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കിയെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ വെണ്ടയ്ക്കയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വെണ്ടയ്ക്ക നമുക്ക് വഴറ്റി മാറ്റി വയ്ക്കണമെങ്കിൽ മാറ്റി വയ്ക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനെല്ലാം ഒരുമിച്ച് ചേർത്തിട്ടാണ് വഴറ്റി കറിയാക്കുന്നത്. ഇതൊന്ന് കുക്കായി വരട്ടെ, ഒരു 5 മിനിറ്റ് ടൈം എടുക്കും ഒന്ന് കുക്കായി വരാനായിട്ട്. അതുവരെ നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ വഴന്ന് അതുപോലെ തന്നെ വെണ്ടയ്ക്കൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മുടെ കയ്യിലുള്ള മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ആണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർക്കുക, ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കുക. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, മുളക് പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ ചേർക്കുന്നത് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ ഒന്ന് കുക്കായി വരുന്നത് വരെ ഒരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം, ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. അതിനനുസരിച്ച് നമ്മൾ 2 മിനിറ്റ് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇതിൽ തക്കാളിക്ക് പകരമായിട്ട് ഒരു ടീസ്പൂൺ വിനീഗർ ചേർക്കാം കേട്ടോ. പുളി
ആവശ്യമുള്ളതനുസരിച്ച്. നിങ്ങൾക്ക് കൂടുതൽ പുളി വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വിനീഗർ ചേർക്കാം. കുറച്ച് പുളി മതി എന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ വിനീഗർ ചേർക്കാം. തക്കാളി ഇല്ലയെന്നുണ്ടെങ്കിൽ തക്കാളി തന്നെ ചേർക്കാം. അപ്പോൾ കുരുമുളകിൻ്റെ എരിവാണ് നമ്മുടെ കറിയിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ കുരുമുളക് പൊടി മാത്രം കൂടുതലായിട്ട് ചേർക്കുന്നത്. ഇനി എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ 1/4 ടീസ്പൂണും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കുക. തക്കാളി ഒരുപാട് ഉടഞ്ഞു പോകുന്ന രീതിയിൽ കുക്ക് ചെയ്യേണ്ട. ഒന്ന് തക്കാളി സോഫ്റ്റായി തക്കാളിയുടെ തൊലി ഒന്ന് വിട്ട് വരുന്ന പാകം ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങയുടെ 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1.5 കപ്പാണ് ഞാനിപ്പോൾ 2-ാം പാൽ എടുത്തിട്ടുള്ളത്. 2-ാം പാൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 കപ്പ് 2-ാം പാൽ ചേർക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് ചേർത്തന്നേ ഉള്ളൂ. ഒരുപാട് ഗ്രേവിയുള്ള കറിയായിട്ടല്ല ചെയ്യുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് കുക്കായി വരട്ടെ. ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക കറി ഇതാ പാകമായി വരുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ആയി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 1-ാം പാൽ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 കപ്പാണോ ഞാൻ 1-ാം പാൽ ചേർക്കുന്നത്. നിങ്ങൾക്ക് 3/4 കപ്പ് വരെ ചേർക്കാം. കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് 1-ാം പാൽ ചേർക്കുന്നത്. ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു കാര്യമാണ്, കുറച്ച് കറിവേപ്പില. നമ്മൾ ആദ്യം കറിവേപ്പില ചേർത്തിട്ടുണ്ട്, എങ്കിലും വീണ്ടും കുറച്ച് കറിവേപ്പില. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കുക. ചൂടൊക്കെ കംപ്ലീറ്റ് മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. വേറെ സൗണ്ട് കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ക്യാബേജ് തോരൻ റെഡിയാക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ടാണ്. അപ്പോൾ വെണ്ടയ്ക്ക മപ്പാസും ക്യാബേജ് തോരനാണ് ഇന്നത്തെ കറികൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ ഈസി അല്ലേ, അധികം ഇൻഗ്രീഡിയൻസും വേണ്ടല്ലോ. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും എല്ലാവരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോരുത് കേട്ടോ. ഇഷ്ടമായോ, എളുപ്പമാണോ, ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.